എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി KSRTC സ്റ്റാൻഡിന് മുന്നിലാണ് നിൽക്കുന്നത്. ഒരു ചെറിയ അപകടത്തെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. മലക്കപ്പാറയിലേക്ക് മലപ്പുറത്തുനിന്ന് വന്ന KSRTCയുടെ ഒരു ഉല്ലാസ തീർത്ഥയാത്രയ്ക്ക് പോകുന്നൊരു ബസ് മലക്കപ്പാറ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡിവൈഡർ ഉണ്ടാവും. ആ ഡിവൈഡറിന് വണ്ടിയിൽ നിന്ന് ഇടിച്ചു. വേറെ യാത്രക്കാർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഡ്രൈവർക്ക് ചെറുതായിട്ട് പരിക്കുകളുണ്ടായിരുന്നു. വേറെ ഗുരുതരമായ പരിക്കുകളൊന്നുമല്ല. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. മറ്റ് യാത്രക്കാർക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ചാലക്കുടി ഡിപ്പോയിൽ നിന്നും ഒരു വാഹനം അങ്ങോട്ട് വിട്ട് യാത്രക്കാരെ തിരിച്ച് സ്റ്റാൻഡിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ മറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ട എൻ്റെ വീഡിയോ 12-ാം തീയതി മെയ് 12-ാം തീയതി ഞായറാഴ്ച ഏകദേശം 11:30 എടുത്തൊരു വീഡിയോ ആണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പാണ് മലപ്പുറത്ത് നിന്ന് മലക്കപ്പാറയിലേക്ക് പോയി തിരിച്ചു വരുന്ന KSRTC ബസ് സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലുള്ള ഡിവൈഡറിൽ വന്ന് ഇടിച്ച്, അതിൻ്റെ ടയർ വന്ന് ഇടിച്ച് ഒരു ചെറിയൊരു അപകടം ഉണ്ടായി. യാത്രക്കാർക്കൊന്നും വേറെ പ്രശ്നം പറ്റില്ല. ഡ്രൈവറിൻ്റെ ചെറിയ ഒരയിലും ഇതൊക്കെ പറ്റിയുള്ളൂ. വേറെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ചാലക്കുടി KSRTC വാഹനം മറ്റൊരു ബസ് വിട്ട് യാത്രക്കാരെ സുരക്ഷിതമായി എത്തിച്ചു. ഞാൻ ഈ ബസ്സിൻ്റെ വീഡിയോ ചാലക്കുടിയിൽ നിൽക്കുന്ന എനിക്ക് ഇതിൻ്റെ രാത്രി പോയി വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഒരു സുഹൃത്ത് എനിക്ക് വീഡിയോ അയച്ചു തന്നു. പക്ഷേ പകൽ ഈ ബസ്സിൻ്റെ വീഡിയോ ഒന്ന് കാണണം, ഇതിൻ്റെ ടയർ ഒന്ന് കാണണം എന്നുള്ള എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ പതുക്കെ ഇടാമെന്ന് വെച്ചത്. ഈ ബസ്സിൻ്റെ ടയറാണ് നിങ്ങളെ കാണിച്ചു തന്നത്. ഇതെന്താ അത് പറയത്? മലപ്പുറത്ത് നിന്ന് മലക്കപ്പാറയിലേക്ക് പോകുന്ന KSRTC ബസ്സിൻ്റെ ടയറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ടയറും വെച്ചാണ് ഉല്ലാസയാത്രയ്ക്ക് പോണത്. കഴിഞ്ഞ ദിവസം ഒരു വാഹനം KSRTCയുടെ തന്നെ ഒരു ബസ് കാനനപാതയിൽ പത്തടി കോളനിയിൽ അവിടെ എത്തി. അതിൻ്റെ സ്റ്റിയറിങ് എന്തോ ഫ്ലൂയിഡ് ലീക്കായിട്ട് പോകണം, തുണി കെട്ടി വെച്ച് യാത്രക്കാർ മുഴുവൻ 3-4 മണിക്കൂറോളം പേടിച്ചരണ്ടിരിക്കുന്ന ഒരു കഥ നിങ്ങൾ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ സാർ, അങ്ങ് കഴിവുള്ളവനാണ്, ഒരുപാട് ലോകപരിചയമുള്ള വ്യക്തിയാണ്. അങ്ങേക്ക് ഈ KSRTC മുഴുവനും ശരിയാക്കാൻ പറ്റില്ലെന്ന് വരില്ല. പക്ഷെ ഒരു കാര്യം അങ്ങേക്ക് ചെയ്യാൻ സാധിക്കും. ഈ KSRTC മരണവണ്ടിയാക്കാതിരിക്കാനായിട്ടുള്ള ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ അങ്ങേക്ക് ചെയ്യാൻ സാധിക്കും. ഈ KSRTCയിലെ എത്ര വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് കാലാവധി എന്തോരമുണ്ട്, ഇതൊക്കെ അങ്ങൊന്ന് പരിശോധിക്കണം. ഈ ജാതി മൊട്ട ടയറും കൊണ്ട് കാനനപാതയെക്കൂടെ ഇത്രയും വലിയ ആളുകളെ മരണദുരന്തത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കണേ? കഷ്ടമുണ്ട്. ഇതുപോലുള്ള ടയറുകൾ വെച്ച്, മൊട്ട ടയറും വെച്ച് ആളുകളെ മുഴുവനും ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്ന KSRTC, നിങ്ങൾ തിരിഞ്ഞു ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ സത്വരപരമായി ഇടപെടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞങ്ങൾക്കും KSRTCയിൽ കയറണം. ആനവണ്ടീനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ഇങ്ങനത്തെ കാഴ്ച കാണുമ്പോൾ ഹൈ റേഞ്ച് മേഖലയെക്കൂടെയൊക്കെ എങ്ങനെ ഈ വണ്ടിയിൽ കയറിപ്പോവും? പാവപ്പെട്ട ഡ്രൈവർമാരും കണ്ടക്ടർമാരും, ഈ ഡ്രൈവർമാർ എത്ര കഴിവുള്ളവരായതുകൊണ്ടാണ് ഈ വാഹനം അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനത്തെ മൊട്ട ടയറും വെച്ചുള്ള വാഹനങ്ങൾ ഓടിച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെയും ജീവനല്ലേ ഈ പൊലിയാൻ പോണത്. ദയവ് ചെയ്ത് ഇപ്പോൾ ഈ പറയുന്ന ആ സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലുള്ള വാഹനം അവിടെയല്ല ഇടിക്കുന്നതെന്ന് വിചാരിക്കുക. ഏതെങ്കിലും കുത്തനെയുള്ള ഒരു ഇറക്കത്തിൽ ബ്രേക്ക് പിടിച്ച് കിട്ടാതെ വരികയോ സ്കിഡ് ആവുകയോ ചെയ്തിരുന്നെങ്കിലോ? ദയവ് ചെയ്ത് ഇതുപോലുള്ള ദുരന്തങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി KSRTC ബസ്സുകൾ ഒരുക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഈ സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഡിവൈഡർ അത് അപകടകരമായ സ്ഥിതിയിലാണോ എന്ന് ബന്ധപ്പെട്ടവർ ഒന്ന് അന്വേഷിച്ച് അതിനൊരു പ്രതിവിധി ചെയ്യുന്നത് നല്ലതാണ്.